Hi friends, Assalamualaikum, Namaskaram, welcome back to Jannath. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി വെജിറ്റേറിയൻ കറി ഉണ്ടാക്കാം. വളരെ സിമ്പിൾ ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പനീർ ബട്ടർ മസാല. അപ്പോൾ പനീർ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇത് നല്ലൊരു കറിയാണ്, നല്ല ഫ്ലേവർ ആയിട്ടുള്ള, നല്ല ക്രീമി ആയിട്ടുള്ള, നമുക്ക് ചപ്പാത്തിയോ റൈസൊക്കെ ഒരേപോലെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പനീർ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പനീർ ഇതിലിട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൈസസ് ഒക്കെ നന്നായിട്ട് പനീറിൽ കോട്ട് ചെയ്തിട്ട് വരണം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ പനീർ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പനീർ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൂടുതൽ നേരം ഫ്രൈ ചെയ്യരുത്. കൂടുതൽ ഫ്രൈ ചെയ്താൽ പനീറിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ പോയിട്ട് അതൊരു ഹാർഡായി മാറും. അപ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് നേരം ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ പനീറിൻ്റെ 2 സൈഡ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പനീർ പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്രേവിയാണ് ഇതിലേക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നല്ല ജീരകം മീൻസ് ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2 കറുവപ്പട്ട, 4-5 ഏലക്കായ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം, ഓവർ ആവരുത്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 2 സവാള അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്, ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് നമ്മളിത് വഴറ്റിയെടുത്താൽ നമുക്ക് പിന്നെ വീണ്ടും ഈ സവാള പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. നല്ല സ്മൂത്ത് ഗ്രേവി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴന്നെടുക്കുക, ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് വഴറ്റുമ്പോൾ ആയിക്കോളും. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുകയാണ്, പേസ്റ്റ് ആക്കിയതാണ്. ഇനി നന്നായിട്ട് ഈ പച്ചമണം പോണ വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോഴേക്ക് ആ സവാളൊക്കെ നന്നായിട്ട് സ്മൂത്തായി കിട്ടും. എല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1.5 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റെഡ്നെസ്സും കിട്ടും, ഓവറായിട്ട് എരിവും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂണ് കടലമാവാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ ക്രീമോ യൂസ് ചെയ്യണില്ല. കറി തിക്കാവാൻ വേണ്ടിയിട്ട്, ഗ്രേവി നല്ല സ്മൂത്തായിട്ടുള്ള ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ അതിന് പകരമാണ് നമ്മളിവിടെ കടലമാവ് യൂസ് ചെയ്യണത്.
നല്ല റിച്ച് ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ചേർത്ത പൊടികളുടെ കുത്തുമണൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണൊക്കെ പോയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 2 തക്കാളി പ്യൂരി ആക്കിയതാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ഈ 2 തക്കാളി പ്യൂരി ആക്കിയിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്തെടുക്കാം. കാരണം ഈ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുറച്ച് നേരം സ്റ്റൗവിൽ വെക്കേണ്ടതാണ്. കുറച്ച് വെള്ളം ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കവർ ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അത് തക്കാളിയുടെ സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഗ്രീൻ പീൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രോസൺ ആണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഞാൻ കവർ ചെയ്ത് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യണം. 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസിനെസ് വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ക്രീമൊന്നും ഒഴിക്കാതെയാണ് ഇത്ര തിക്കായിട്ട് വന്നുള്ളത്. അത് ആ കടലമാവിൻ്റെയാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത പനീർ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയാണ്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുക. ചൂടോടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.